നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. പുത്രൻ പോയിട്ട് പരിശുദ്ധാത്മാവ് വരുന്നത് പ്രയോജനം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങളിനെ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ പറയും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ഈ ലോകം വിട്ട് താൻ സ്വർഗത്തിലേക്ക് പോകും, നിങ്ങളെ വിട്ടുപോകുമെന്ന് പറഞ്ഞതിനാൽ ദുഃഖിതരായ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണിത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. കർത്താവായ യേശുക്രിസ്തു 3.5 വർഷം ശിഷ്യന്മാരുടെ കൂടെ രാപകൽ ചെലവഴിച്ചപ്പോൾ അവർക്ക് വലിയ ആശ്വാസമായിരുന്നു. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ഏവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്ക വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞത് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായി. യേശുവോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ വടിയും പൊക്കണവും ചെരുപ്പും ഇല്ലാതൊക്കെ അയച്ചു, വല്ല കുറവും വന്നോ? അതാ ഒരു കുറവും വന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. യേശു അവർക്ക് വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ യേശു പറയുകയാണ്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്ക വരികയില്ല. അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, കാരണം കാര്യസ്ഥൻ വരും. വാസ്തവം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. യേശുവിനേക്കാൾ അധികം എന്ത് പ്രയോജനമാണ് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ശിഷ്യന്മാരും ചിന്തിക്കും, നമ്മളും ചിന്തിക്കും. യേശു പറയുകയാണ്, അവൻ വന്ന് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഇവിടെയാണ് ആ പ്രയോജനം ഒളിഞ്ഞു കിടക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഒരു ശരീരം സ്വീകരിച്ച് വന്നതുകൊണ്ട് അവൻ ആ ഘട്ടത്തിൽ ഒരു സമയത്ത് ഒരു സ്ഥലത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൻ ദൈവരൂപത്തിൽ ഇരുന്നവനാണ്, സർവ്വവ്യാപിയായിരുന്നു. എന്നാൽ അവിടുന്ന് ഒരു ശരീരത്തിലേക്ക് ഒതുങ്ങാനിടയായതിനാൽ ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ മാത്രം. പിന്നീട് യേശു പലർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അപ്പോഴും അവരുടെ അടുക്കൽ മാത്രം. എന്നാൽ അത് താൻ ശരീരം സ്വീകരിച്ചു വന്നുകൊണ്ടാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഒരു ശരീരം സ്വീകരിക്കാതെ സർവ്വവ്യാപിയായിട്ട് തന്നെ വരുന്നത് കൊണ്ട് ലോകത്തെവിടെയും ഒരേ സമയത്ത് പ്രവർത്തിക്കാനായി സാധിക്കും. അതുകൊണ്ട് യേശു പറയുകയാണ്, ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തുന്നതിനാൽ യേശു ചെയ്തതിനേക്കാൾ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ നന്മകൾ, പ്രയോജനങ്ങൾ ഈ ലോകത്തിന് ഉണ്ടാകും. യേശു ഇസ്രയേലിൽ മാത്രമാണല്ലോ, അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്ത് 10-60 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ എന്നാരോ പറഞ്ഞിട്ടുണ്ട്, ആ പ്രദേശത്ത് മാത്രമാണ് യേശു 3.5 വർഷം പ്രവർത്തിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവ് എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ ദ്വീപുകളിലും പ്രവർത്തിക്കാൻ പോവുകയാണ്. എന്താണ് പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്താൻ പോവുകയാണ്. വാസ്തവത്തിൽ അത് സുവിശേഷത്തിൻ്റെ ഒരു നിർവചനമാണ്. ഈ സുവിശേഷത്തിൽ ഈ 3 കാര്യം ഉണ്ടായിരിക്കണം: പാപവും നീതിയും ന്യായവിധിയും. പാപങ്ങളെക്കുറിച്ചെന്നല്ല, പാപങ്ങളെക്കുറിച്ച് ഉള്ള ബോധം എല്ലാവർക്കും തന്നെയുണ്ട്. മനസാക്ഷിയുടെ ആക്ഷേപം എന്നൊക്കെ പറയും. പാപം ചെയ്ത ആളുകൾക്ക് പാപം ചെയ്തതിനെക്കുറിച്ച് ബോധമുണ്ട്, പ്രത്യേകിച്ച് ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. പാപം നോക്കിയ ആളിന് അതിനെക്കുറിച്ച് ബോധമുണ്ട്, വേറെ ആരും പറയണ്ട. പാപം കേട്ടയാൾക്ക് നല്ല ബോധ്യമുണ്ട്, ഞാനത് കേൾക്കണ്ടായിരുന്നു.
പാപം പറഞ്ഞ ആൾക്ക് അയ്യോ ഞാനത് പറയണ്ടായിരുന്നു, നല്ല ബോധ്യമുണ്ട്. പാപം ചിന്തിക്കുന്ന ആൾക്ക് അയ്യോ ഇതൊക്കെ ചിന്തിക്കാനല്ലല്ലോ ദൈവം എനിക്ക് ഇതുപോലെയുള്ള ഒരു ചിന്താശക്തി തന്നത് എന്നുള്ള ബോധം ഉണ്ടാകും. പല ആളുകളും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മദ്യപാനം പാപമാണ്, പുകവലി പാപമാണ്, പിന്നെ അസൂയ പാപമാണ്, മോഹം പാപമാണ്, ഇതാണ് പ്രസംഗിക്കുന്നത്. എല്ലാ മതങ്ങളും അത് തന്നെയാണ്, ക്രിസ്തു മതക്കാരും അത് തന്നെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഏകവചനത്തിലാണ് യേശു പറഞ്ഞത് പാപത്തെക്കുറിച്ച്. വളരെ കൃത്യമായിട്ട് അതെന്താണെന്ന് യേശു താഴെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതിരിക്കുന്നതാണ് പാപം. യേശു യോഹന്നാൻ സുവിശേഷം 3 അത് പറഞ്ഞു, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യബോധത്തിൽ ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതത്രേ. അപ്പൊ പാപം ഒന്നേ ഉള്ളൂ, അത് ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ കൈക്കൊള്ളാതെ അംഗീകരിക്കാതെ സ്നേഹിക്കാതിരിക്കുന്നതാണ്. അത് പരിശുദ്ധാത്മാവ് ലോകത്തിന് ബോധം വരുത്തും. പിന്നെ നീതിയെക്കുറിച്ച് യേശു ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു. യേശുവിന് പകരം നീതിപൂർവമായൊരു ജീവിതം യേശുവിനെ കൈക്കൊണ്ട ആളുകൾ സാധിക്കും. പത്രോസ് ലേഖനത്തിലുണ്ട്, നാം പാപം സംബന്ധിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നൊരു കുരിശുമേൽ കയറി. പലരും പലപ്പോഴും പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും ചിന്തിക്കുന്നതും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് യേശു ഇവിടെ വന്ന് മരിച്ചതെന്നാണ്. സ്വർഗത്തിൽ കൊണ്ടുപോകും, അത് വേറൊരു അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവിടെ യേശു ജീവിച്ചതുപോലെ നീതിപൂർവമായൊരു ജീവിതം, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന ഒരു ജീവിതം ഇവിടെ നയിക്കാൻ ഈ യേശു നമ്മെ സഹായിക്കും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കും. അതാണ് നീതി. യേശുവിനെ കൈക്കൊള്ളാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ഒറ്റ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യായവിധി ഉണ്ടാവും. ഈ കാര്യം പരിശുദ്ധാത്മാവ് ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്തുകയും ആ ബോധ്യം ലഭിച്ച ആളുകൾ യേശുവിനെ കൈക്കൊള്ളുകയും ഈ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നതിനാൽ യേശു പറയുകയാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകുന്നത് ലോകത്തിന് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. യേശു വരുന്നതിന് മുമ്പ് പിതാവിൻ്റെ കാലമായിരുന്നു. യേശു ഇവിടെ വന്ന് പ്രവർത്തിച്ച കാലം പുത്രൻ്റെ കാലമാണ്, പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തുല്യ സാരാംശമുള്ള, അതായത് സ്വാഭാവിക ഗുണലക്ഷണങ്ങളുടെ കാര്യത്തിലും ധാർമ്മിക ഗുണലക്ഷണങ്ങളുടെ കാര്യത്തിലും തുല്യതയുള്ള 3 അളത്തങ്ങളുടെ ഏകദൈവമാണ് നമ്മുടെ ദൈവം. എന്നാൽ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. പിതാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ, അവരോട് കൃപ തോന്നി അവരെ സ്നേഹിച്ചു, അവരെ രക്ഷിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി. അതാണ് പിതാവിൻ്റെ ശുശ്രൂഷ. പുത്രൻ്റെ ശുശ്രൂഷ അത് വർക്കൗട്ട് ചെയ്തു. അവിടുന്ന് മനുഷ്യനായി ഭൂമിയിൽ വന്ന് നമ്മുടെ നരകം അനുഭവിച്ചു എന്നുള്ളതാണ് പുത്രൻ്റെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവാണ് ഈ കാര്യം ലോകത്തെ അറിയിച്ച് മനുഷ്യരെ ഈ രക്ഷയിലേക്ക് നയിക്കുന്നത്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, യേശു പറയുകയാണ്, ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും. പരിശുദ്ധാത്മാവ് വന്ന് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതിനാൽ ആളുകൾ കൂട്ടമായി മാർച്ച് ചെയ്ത് ഈ രക്ഷയിലേക്ക്, ഈ ദൈവത്തിങ്കിലേക്ക്, സത്യത്തിലേക്ക് വരും എന്നാണ് പറഞ്ഞത്. അതാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.